31 വർഷ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നീങ്ങുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ഇന്ന് ഇപ്പോൾ അമ്മ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കൊച്ചി ലുലു മാരിയറ്റ് ഹോട്ടൽ രാവിലെ 10 മണി മുതലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് 1 മണി വരെ തിരഞ്ഞെടുപ്പ് നീളും. വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും അന്തിമ ഫലം പുറത്തു വരിക. 4:30 വാർത്താ സമ്മേളനത്തിലായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജഗദീഷും ശ്വേതാമേനോനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമെന്നായിരുന്നു ആദ്യം കരുതുന്നത്. എന്നാൽ വനിത തലപ്പത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് ജഗദീഷ് സ്ഥാനത്ത് നിന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും പിന്നീട് ശ്വേതാമേനോനും ദേവനും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. അന്ന് മുതൽ ആരംഭിച്ചു ഇങ്ങോട്ടേക്ക് അംഗങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ. ആദ്യം അത് ആരോപണ വിധേയർ മത്സരിക്കരുത് എന്നുള്ള ഒരു വിഭാഗം രംഗത്തെത്തുന്നു. പിന്നാലെ ബാബുരാജ് പത്രിക പിൻവലിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഒരു മെമ്മറി കാർഡ് വിവാദം ഉണ്ടാകുന്നു. കുക്കു പരമേശ്വരനെതിരായാണ് മെമ്മറി കാർഡ് വിവാദം ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ച വീഡിയോ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനയിലെ ഒരു വിഭാഗം സ്ത്രീകൾ കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വരുന്നു. പിന്നീട് ശ്വേതാമേനോനെതിരെ ഒരു പരാതി ഉണ്ടാകുന്നു. അശ്ലീല ചിത്രങ്ങൾ പങ്കുവെച്ച് അത് സാമ്പത്തികമായ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ശ്വേതാമേനോനെതിരെ ഒരു പരാതി. ആ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കലുഷിതമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ. ആ ദിവസങ്ങൾക്കെല്ലാം ശേഷം ഇന്ന് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് മുതിർന്ന താരങ്ങളെ അടക്കം എത്തിച്ച് വോട്ട് രേഖപ്പെടുത്താനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നീക്കം ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കൊച്ചി ലുലു മാരിയറ്റ് ഹോട്ടലിൽ താരങ്ങളെല്ലാം തന്നെ എത്തും.